സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 16 സൺഡേയുടെ എനർജി പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം ഓവറോൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട്, ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഓഫർ ആയിരിക്കാം. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. പോസിറ്റീവ് ന്യൂസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ചേഞ്ച് ആകുന്നതായിരിക്കാം, ന്യൂ പാർട്ട്ണർ വരുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ, ഒത്തിരി നാളായിട്ടൊരു സ്ട്രഗിളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ, ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ടാകാം. കുറച്ചും കൂടെ സ്പീഡ്, കുറച്ചും കൂടെ മൂവ്മെൻറ്റ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് അഗെയിൻ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. കുറച്ച് പേർക്ക് ന്യൂ പാർട്ട്നേഴ്സ്, അഗെയിൻ പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേര് എന്തെങ്കിലും പുതിയ ജോയിൻറ്റ് വെഞ്ചേഴ്സ്, പുതിയ പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഫോക്കസ്, ശ്രദ്ധ വർദ്ധിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്കിൽ കുറേ കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നത്, അറ്റൻഷൻ കൊടുക്കുന്നത്, അവിടെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി, ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്പിരിച്വൽ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ കണ്ടോ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയും. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന അറിവ്, നോളേജ്, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇൻഫർമേഷൻ വരുന്നുണ്ടാകാം, പക്ഷെ അതിനെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഇമോഷണൽ എനർജിയാണ്, വൈകാരികമായിട്ടുള്ള എനർജിയിൽ ഒരു ഹീലിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ സെൻസ് ഓർഗൻസ് ആണ്, അവിടെ ഒരു ബാലൻസിൻ്റെ ആവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേര് നിങ്ങൾ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് പറയുന്നത്, ഓക്കെ, അവിടെയും ഒരു അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്, ഞാൻ വിചാരിക്കുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരുന്നില്ല, പിന്നെയും പിന്നെയും എന്നെ സ്റ്റക്കാക്കി നിർത്തുകയാണ്. അങ്ങനത്തെ എനർജീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അതും ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒത്തിരി പോസിറ്റീവ് എനർജി, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. ഒൺലി തിങ്, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒത്തിരി ഇമോഷൻസ്, ഒത്തിരി കാര്യങ്ങൾ, ഫ്രസ്ട്രേഷൻ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാകാം. അത് റിലീസ് ചെയ്യാനായിട്ട്, അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും അവസരങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കാം. നിങ്ങൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കുമ്പോൾ, എന്തെങ്കിലും ക്രാഫ്റ്റ് അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കാം. അതെല്ലാം നിങ്ങളെ കുറച്ചൊന്ന് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ പുറത്തോട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പുറത്തോട്ട് കളയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല നല്ല എനർജീസ് നിങ്ങളുടെ ഉള്ളിലോട്ട് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സൺഡേ എനർജി എന്താണ്? താങ്ക് യു. പായൽ നമ്പർ 2 എംബ്രസിൻ്റെ എനർജി. ഓവറോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ഗ്രോത്ത്, വളർച്ച. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫെമിനിൻ എനർജി അത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ വീനസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഫെമിനിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ മദറിൻ്റെ, ഗ്രാൻഡ് മദറിൻ്റെ ഡിവൈൻ ഫെമിനിൻ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും വരുന്നതായിട്ട്, അല്ലെങ്കിൽ മുതിർന്നവരുടെ ഒത്തിരി ബ്ലെസ്സിങ്സ് കിട്ടുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ബ്ലെസ് ചെയ്യുന്നതുമായിരിക്കാം. ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്, ഓൾറെഡി എൻഡ് ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. കുറച്ച് പേർക്ക് ഒത്തിരി ഡാർക്ക്നെസ്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എനർജീസ് ആയിരിക്കാം. അപ്പോൾ അത് എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ യൂസ് ചെയ്തിട്ട്, ആത്മധൈര്യം യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ഇന്നത്തെ ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻ ആൻഡ് യാങ് എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പും കുറച്ചൊന്ന് ബാലൻസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും യാത്രകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാവൽ വരുന്നുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്താനായിട്ടും ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നേടാനായിട്ട് ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഗ്രോത്താണ്, പുരോഗതിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അവസരങ്ങളായിരിക്കാം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ബാലൻസ്, സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ലോ വൈബ്രേഷൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കർമ്മ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി, ബാലൻസ് നിലനിർത്താനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള സെൽഫ് വർത്ത് ഇഷ്യൂസിലായിരിക്കും ഒരു സ്റ്റെബിലിറ്റി, ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലഭിക്കാതിരുന്ന എന്തെങ്കിലും പൈസയായിരിക്കാം, ബ്ലോക്കായി നിന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു ബാലൻസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് ലഭിക്കുന്നുണ്ടാകാം, സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് എഗെയിൻ ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പേജും നൈറ്റും വന്നിട്ടുണ്ട്. എഗെയിൻ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കാര്യങ്ങൾ നേടാനായിട്ട് ലൈഫിൽ എത്രയോ ഒബ്സ്റ്റക്കിൾസ് വരുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. പക്ഷെ അതിൽ നിന്നെല്ലാം മുന്നോട്ട് വരാനായിട്ടും കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. ഇത് മെൻ്റൽ ടെൻഷനാകാം, ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടാകാം. അവിടെ നിന്നെല്ലാം മുന്നേറാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. എന്തെങ്കിലും നല്ല വാർത്തകൾ, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അത് ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിയർ, പേടി, അങ്ങനത്തെ എനർജി കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റിയാണ്. കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക,
ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പറയുക, അതെല്ലാം കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലും ഒരു ഓഫർ, എന്തെങ്കിലും ഒരു ഗൈഡൻസ്, ഒരു മെസ്സേജ് ആയിട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഇമോഷണലി സ്റ്റേബിളായിട്ട് നിർത്തുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഒത്തിരി ഹീലിംഗ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി അബൻഡൻസ്, ഒത്തിരി ന്യൂ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്, കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഫാസ്റ്റായിട്ട് നടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒൺലി തിങ്, ഞാനിവിടെ പറഞ്ഞ എനർജീസ് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. എൻ്റെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കാതിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് സെയിം മിസ്റ്റേക്ക് തന്നെ നിങ്ങൾ എന്താ പറയുക ചെയ്യാതിരിക്കുക. ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൽ കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള സൺഡേയുടെ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.